ഏതായാലും രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അവർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും KPC പ്രസിഡന്റ് അങ്ങനെയാണല്ലോ പറഞ്ഞത്. ആ ചർച്ചയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം പറയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ എന്നെപ്പോലുള്ള ആളുകൾ അത് മാധ്യമങ്ങളോടല്ല പറയേണ്ടത്, അത് പാർട്ടിക്കകത്ത് പറയണം. കാരണം ഇങ്ങനൊരു ആരോപണം ഉയർന്നു വന്ന അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടം അതിൻ്റെ ഇത് നിരപരാധിത്വം തെളിയിക്കാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ആ സ്ഥിതിക്ക് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന MLA ആയ രാഹുൽ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. രാഹുൽ എന്നല്ല ആരും. അതുകൊണ്ട് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് അയാൾ അംഗീകരിക്കും. ഇതൊരു പരസ്യ വിവാദമായി മാധ്യമങ്ങളിലൂടെ കൊണ്ട് നടക്കുന്നത് ആർക്കും ശരിയല്ല. പിന്നെ അതിനൊരു മറുവശം കൂടി പറഞ്ഞാൽ സമാനമായ ആരോപണങ്ങൾ കോൺഗ്രസ് MLA-മാർക്കെതിരെ ഈ നിയമസഭയുടെ കാലത്തുണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ആ പാർട്ടി ആലോചിച്ച് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ആരും രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന ആവശ്യം ഞാൻ തള്ളിക്കളയണമെന്ന അഭിപ്രായമല്ല എനിക്ക്. പാർട്ടി ആലോചിച്ച് നടപടിയെടുക്കും. അത് ആ തീരുമാനം പാർട്ടി KPCC പ്രസിഡന്റ് ഞങ്ങൾ AICC-യുടെയും നിർദ്ദേശം അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വ്യക്തിപരമായി അങ്ങ് രാജിവെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ലല്ല, വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ. ഞാൻ പാർട്ടിയുടെ ഒരു പ്രതിനിധിയല്ലേ, KPC പ്രസിഡന്റായിരുന്ന ആളല്ലേ. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ മാധ്യമങ്ങളോട് പറയുന്നത് ശരിയല്ലെന്നുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനിവിടെ പറയാൻ ഓരോ ദിവസവും ഈ വിഷയം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ, അതല്ല, അതിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് സങ്കീർണമാക്കുന്നതിൽ നിങ്ങളാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. പ്രതിപക്ഷം അവരുടേതായ പങ്ക് വഹിക്കുന്നത്. പ്രതിപക്ഷമല്ല, കോൺഗ്രസ് ഇതര പാർട്ടികൾ. അപ്പം ഈ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, ഒരാളെ പേരിൽ ഒരു MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിലുണ്ടായ ആരോപണം പാർട്ടി അന്വേഷിക്കണ്ടേ? അയാളോട് വിശദീകരണം ചോദിക്കട്ടെ? ഇതൊക്കെ ഒരു നടപടിക്രമമല്ലേ? നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്കെതിരായ ഒരു നടപടി ഉണ്ടാകുമ്പോൾ ചില നടപടിക്രമങ്ങൾ പാലിക്കുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടിയിലും ആ നടപടിക്രമങ്ങൾ പാലിക്കണം. അത് പാലിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് KPC പ്രസിഡന്റ് പറഞ്ഞു. ചിന്തയിൽ പോലും ഇല്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോ ഇന്നലെ പത്രസമ്മേളനം? അല്ലല്ല, ഇന്നലെ അതൊന്നും ശരിയല്ല. ഈ പത്രവാർത്തകൾ ഇപ്പോൾ ഓരോരുത്തരും ഓരോ വെളിപ്പെടുത്തൽ നടത്തുന്നില്ലേ, അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ചൊന്നും നമ്മളാരും അഭിപ്രായം പറയാൻ തയ്യാറില്ല. അതിനെക്കുറിച്ചൊന്നും ഞങ്ങളാരും പറയേണ്ടതുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ എന്നൊന്നില്ല. അയാളുടെ അഭിപ്രായം അയാൾ പറയും. ഇന്നലെ അയാൾ പത്രസമ്മേളനം വിളിച്ചത് മാധ്യമങ്ങളിൽ വന്ന ഒരു വ്യാഖ്യാനം എന്താ, രാജിവെക്കുന്നില്ല എന്ന് പറയാനാണ്. അപ്പം നിങ്ങളീ പറഞ്ഞതുപോലെ അദ്ദേഹമായിട്ട് അടുത്ത വൃത്തങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് രാജി പ്രഖ്യാപിക്കാൻ വിളിച്ചതാണ് എന്നും പറഞ്ഞു. അപ്പം ഇത് രണ്ടും നമ്മൾ കേൾക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത വൃത്തങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഒരു അഭിപ്രായം പറയാൻ നമുക്ക് സാധ്യമല്ല. അല്ല, അത് തന്നെ നിങ്ങൾ നേരത്തെ നിങ്ങൾ ചോദിച്ച ഞാൻ പത്രപ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തകനായ ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത് എന്നെ വീണ്ടും ചോദിക്കുകയാണ്. എൻ്റെ അഭിപ്രായം ഞാൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. അത് ഞാനല്ല, KPC പ്രസിഡന്റ് പറഞ്ഞു. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് KPCC നേതൃത്വം എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കാനാണ്.